ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ ഇന്ന് പോലീസ് പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്ന് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. യുവതി ഫ്ളാറ്റിലെത്തിയ ദിവസത്തെ സിസിടിവി ദൃശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഈ പരിശോധന നടന്നത്. സമീപ പ്രദേശങ്ങളിലെ സിസിടിവി ഉൾപ്പെടെ പോലീസ് പരിശോധിക്കും. Did you get any CCTV visuals? No. Not yet. We are collecting it. They are collecting. Yes, sir. Get any evidence? Sir, any more information? വി.എസ്. ഗോകുൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകാൻ അതിന് സഹായിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും സിസിടിവി ദൃശ്യങ്ങൾ, എന്തെങ്കിലും തെളിവുകൾ രാഹുലിന്റെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ഈ പരിശോധനയിൽ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ? അതായത് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് രാഹുൽ അവസാനം ഫ്ളാറ്റിലെത്തിയത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ്. അതാണ് പോലീസ് ശേഖരിച്ചത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ യുവതി ഈ ഫ്ളാറ്റിലെത്തിയ ദിവസത്തെ ദൃശ്യങ്ങൾ സ്വാഭാവികമായും 6 മാസം മുൻപ് കാലാവധി വരുന്നതിനാൽ തന്നെ അതിന് ബാക്കപ്പ് ലഭിക്കുക പ്രായോഗികമായി നടക്കില്ല. അതുകൊണ്ട് തന്നെ അത് ആ ദൃശ്യങ്ങൾ ലഭ്യമായതായി വിവരമില്ല. മറിച്ച് മറ്റ് രാഹുൽ അവസാനമായി ഫ്ളാറ്റിലെത്തിയതടക്കമുള്ള ദൃശ്യങ്ങൾ പോലീസിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പേഴ്സണൽ സ്റ്റാഫ് രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫിനെയും പോലീസ് ചോദ്യം ചെയ്തു. ഇവരിൽ നിന്നൊക്കെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലും പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ സമീപ പ്രദേശത്തെ അടക്കം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ഇതിൽ എന്തെല്ലാം തെളിവുകൾ ലഭിച്ചു എന്നുള്ളതിൽ കൂടുതൽ വ്യക്തതയില്ല. ഏതായാലും രാഹുൽ അവസാനമായി ഫ്ളാറ്റിൽ വരുന്നതടക്കമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഗോകുൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ഇപ്പോൾ എവിടെയാണുള്ളത്? കോയമ്പത്തൂരേക്ക് കടന്നു എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ പല കോണുകളിൽ നിന്നും പുറത്തു വരുന്നു. അതിനെപ്പറ്റി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു അറിവുണ്ടോ? പ്രത്യേക അന്വേഷണ സംഘമൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. എംഎൽഎക്കായിട്ടുള്ള തെരച്ചിൽ എങ്ങനെയാണ് നടക്കുന്നത്? അതായത് രാഹുലിനെ ആയുള്ള തിരച്ചിൽ പാലക്കാട് പല സ്ഥലങ്ങളിൽ ഇത് കഴിഞ്ഞ ദിവസമൊക്കെ മംഗലണ്ടാം അടക്കമുള്ള സ്ഥലങ്ങളിൽ നടന്നിരുന്നു. ഇന്ന് ഫ്ളാറ്റില് കൂടുതൽ തെളിവ് ശേഖരണമാണ് നടന്നത്. അതേസമയം തന്നെ പല സ്ഥലങ്ങളിലും രാഹുലിനായി ഇത്തരത്തിൽ പോലീസ് വല വിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം സ്വാഭാവികമായും രാഹുലിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി വന്നതിന്റെ പശ്ചാത്തലത്തിൽ അതിനു മുൻപ് ബുധനാഴ്ചയ്ക്ക് മുൻപ് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പല കോണുകളിലും പോലീസ് അന്വേഷണം നടത്തുന്നത്. കോയമ്പത്തൂരിലേക്ക് അടക്കം അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ ഈ രാഹുലിന്റെ സ്റ്റാഫുകളെയൊക്കെ ചോദ്യം ചെയ്തതിന്റെ പശ്ചാത്തലത്തിലൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ? ഇവരിൽ പലരുടെയും ഫോണുകളൊക്കെ ആദ്യഘട്ടത്തിൽ ഓഫായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഇവർ കേന്ദ്രീകരിച്ച് നടത്തുന്ന ചോദ്യം ചെയ്യലിലും വിവരം അന്വേഷിക്കലിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടുന്നുണ്ടോ പോലീസിന്? അതായത് SIT സംഘം അല്പസമയം മുൻപാണ് ഈ പരിശോധന ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിയത്. ഫ്ളാറ്റിൽ ഉണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫിനെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. മറിച്ച് അതിനപ്പുറം എന്ത് വിവരങ്ങളാണ് ലഭിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല. അത് അന്വേഷണ സംഘം പുറത്തു പറഞ്ഞിട്ടുമില്ല. അതിലൊരു വ്യക്തത വരുത്തിയിട്ടില്ല. സ്വാഭാവികമായും അതിന്റെ ഭാഗമായി ചില അന്വേഷണങ്ങൾ കൂടി നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ കേസിൽ തന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് ഈ പെൺകുട്ടി പരാതി നൽകുന്നത്. പിന്നീടാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്ന തലത്തിലേക്ക് വരെയൊക്കെ എത്തുന്നത്. പക്ഷെ ഇപ്പോഴും, അതായത് ഈ പരാതി വരുന്നതിന് കുറച്ച് മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 1-2 മണിക്കൂർ മുമ്പ് സജീവമായിരുന്ന ആക്റ്റീവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് പെട്ടെന്ന് കാണാണ്ടാവുന്നതും ഈ നിമിഷം വരെ പോലീസിന് പിടിക്കാൻ പറ്റാത്തതും. എങ്ങനെയാണ് അന്വേഷണം നടക്കുന്നത്? ആ തരത്തിൽ ഊർജിതമായി ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് രാഹുലിനെ. അതായത് ഇപ്പോൾ അന്വേഷണ സംഘം കണക്കാക്കുന്നത് രാഹുൽ പല ഉള്ളിയിടങ്ങളും ഇങ്ങനെ മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ ഉള്ളോടത്ത് രാഹുലിന്റെ ഫോണില്ല, അത് മറ്റ് ആരുടെയോ കയ്യിലാണ്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും രാഹുൽ അതിവിദഗ്ധമായി തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ വരാതിരിക്കാൻ ശ്രമിക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഹുലിനെ പിടിക്കാൻ ആദ്യഘട്ടത്തിൽ പോലീസ് ഒരുപക്ഷെ അത്ര മെനക്കിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുകൊണ്ടാണ് ഈ പരാതി വന്നതും രാഹുലിന് പാലക്കാട് നിന്ന് തിരുവനന്തപുരം വരെ പോകാൻ കഴിഞ്ഞതും വക്കാലത്തിൽ ഒപ്പിടാൻ കഴിഞ്ഞതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ അത്തരത്തിലുള്ള ശ്രമം ഉണ്ടായില്ലെങ്കിലും പിന്നീട് ഇപ്പോൾ ഊർജിതമായി തന്നെ ബുധനാഴ്ചയ്ക്ക് മുൻപ് രാഹുലിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്നാണ് അറിയാൻ കഴിയുന്നത്.